മഴ വീണതിന് പരിഹാരം മട കുത്തി മോട്ടറിനടുത്ത് വെള്ളം പറ്റിക്കണം. ഞാൻ ഇന്നുള്ളത് ആലപ്പുഴ കുട്ടനാടാണ് കേട്ടോ. ഇന്നിവിടെ വന്നിരിക്കുന്ന പറഞ്ഞാൽ കുട്ടനാട് കുട്ടമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തെ ചെറിയ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം വേറെയൊന്നുമല്ല, ഇന്ന് നമ്മൾ ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലേക്ക് പോകുമ്പം അതിമനോഹരമായ പാടശേഖരവും വെള്ളവും വെള്ളത്താൽ ചുറ്റപ്പെട്ട അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പള്ളാത്തുരുത്തിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു സ്ഥലമാണ് ഈ കുട്ടമംഗലം എന്ന് പറയുന്നത്. ഇച്ചിരി അകത്തേക്ക് കയറിയുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടുത്തെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. അവിടെ നാടിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമേ എല്ലാവരും വീഡിയോയിലൂടെയും സിനിമയിലൂടെയും ടി വിയിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ മട വീണ് വെള്ളത്തിൽ കയറിയ അതായത് വെള്ളത്താൽ മുങ്ങിയ വീടുകളും അവിടുത്തെ പാടശേഖരങ്ങളുടെയൊക്കെ കാഴ്ചയാണ്. കുറച്ച് ദയനീയമായ കാഴ്ച കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികാരമുള്ളവരിലേക്ക് എത്തപ്പെടട്ടെ എന്ന് വെച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ഈ വീടിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടോ? ഇത്രത്തോളം വെള്ളം. ഇവിടെ താമസമുള്ള വീടാണ് കേട്ടോ, താമസം ഉണ്ടായിരുന്ന വീടാണ്. ഇതാ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ദുരവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾ കാണണം കേട്ടോ. കൈനഗിരി പഞ്ചായത്തിൻ്റെ 3-ാം വാർഡ് അല്ലേ? കൈനഗിരി വടക്ക് വില്ലേജ്. ചേട്ടാ, അപ്പോൾ ഇത് എത്ര നാളെ ഇപ്പോൾ ഇങ്ങനെ വെള്ളം കയറി? ഇത് 29-ാം തീയതി രാത്രി മട വീണതാണ്. ഈ കഴിഞ്ഞ മെയ് 29-ാം തീയതി രാത്രി. എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറി? ഇല്ല, എല്ലാ വർഷവും 2020 വന്നതാണ്. അപ്പം മട വീണതിന് പരിഹാരം ഇനി എന്താ ഉള്ളത്? മഴ വീണതിന് പരിഹാരം മട കുത്തി മോട്ടറിനടുത്ത് വെള്ളം പറ്റിക്കണം. ഒരുപാട് കാലതാമസം എടുക്കുന്ന സർക്കാരിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. 22 മട കുത്തിയ കാശ് പോലും കൊടുത്തിട്ടില്ല. ഇപ്പോൾ പാടശേഖരം 13 ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുക. ആ പുള്ളി ഇനി മട കുത്തി സാധനം കൊണ്ടുവന്ന് മട കുത്തി മോട്ടറിനടുത്ത് വെള്ളം പറ്റിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഞങ്ങളുടെ ദുരിതം മാറുന്നത്. ഇത് നിങ്ങൾ കാണേണ്ടതിനാണ് കേട്ടോ. വീടിൻ്റെ ജനലൊപ്പം, അതായത് ഇപ്പം അല്ല, വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം വരും, ഏറ്റം വരും. അപ്പം നിങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പേരെ കണ്ടില്ലേ മടക്കി. ഇവിടെ തന്നെ. അപ്പം നേരെ നിങ്ങൾക്ക് വേറെ ഷെൽട്ടറോ വേറെ ഒന്നുമില്ല. കാണുന്ന വീടിൻ്റെ മതിലാണ് കേട്ടോ കാണുന്നത്. മതിലിൻ്റെ മുകൾ ഭാഗം വരെ മുങ്ങി. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇനി പറയേണ്ട കാര്യമില്ല. പ്രദേശവാസിയായിട്ടുള്ള നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു വെള്ളപ്പൊക്കത്തിന്റെ കാര്യങ്ങളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ ഒരു ശാശ്വത ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ഈ വർഷം മട വീണുകൊണ്ടാണോ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്? അല്ല, എല്ലാ കൊല്ലം ഇതുപോലെ ഉള്ളതാണ്. അതെ. അപ്പോൾ ഇനി മട വീഴുന്നതിന് പരിഹാരം എന്താ ഉള്ളത്? ഇതിന് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫണ്ട് സ്വാമിനാഥൻ കമ്മീഷന് പറഞ്ഞ രീതിയിലുള്ള അദ്ദേഹം പറഞ്ഞ അനുസരിച്ചുള്ള രീതിയിലുള്ള റിങ് ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. ഇപ്പോൾ ഇത് അതനുസരിച്ചുള്ള രീതിയിലുള്ള ഫണ്ടുകളല്ല ഇവിടെ വന്നിരിക്കുക. കറണ്ട് കട്ട് ചെയ്തിരിക്കുക. കറണ്ട് ഇട്ട് ഇല്ലാഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി കട്ട് ചെയ്തിരിക്കുക. TV, ഫ്രിഡ്ജ് എല്ലാം നശിച്ചിരിക്കുക. കണ്ട കടലിൽ കട്ടിയെടുത്ത് കൊണ്ടിരിക്കുക. ഈ സൈഡ് കല്ല് കെട്ടി ഇടിഞ്ഞ് പോയിട്ട് ഈ പാടശേഖരത്തിൽ വെള്ളം കവിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റികൾ അടിച്ച് മട വീണ ഭാഗം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, മട ഭാഗം ഉറപ്പിച്ചുകൊണ്ട്